So hello guys, my name is Nikhil. So നമ്മൾ വെക്ടേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെക്ടർ അഡീഷൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു തീർത്തത് അല്ലേ. അതിന് 3 ലോസ് ഉണ്ട്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ലോ, പാരലലോഗ്രാം ലോ, പിന്നെ പോളിഗൺ ലോ. 3 ലോസ് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. പിന്നെ അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന് ഇക്വേഷൻസും ഷോർട്ട് ട്രിക്സും കോൺസെപ്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. സോ ഇന്നത്തെ വീഡിയോ നമ്മളതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാൻ പോവാണ്, കോൾഡ് ആസ് വെക്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ വെക്ടർ സബ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, ശരിക്കും വെക്ടർ അഡീഷൻ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് വെക്ടർ അഡീഷൻ പഠിക്കാത്തവർ ആ വീഡിയോ കണ്ട് വെക്ടർ അഡീഷൻ പഠിച്ചിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അതേസമയം വെക്ടർ അഡീഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെക്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, സോ അവിടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ വെക്ടർ ആഡ് ചെയ്യുന്ന പഠിച്ചല്ലേ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചത്. ഇനി നമ്മൾ വെക്ടർ സബ്ട്രാക്ട് ചെയ്യാൻ പോകണം, മൈനസ് ചെയ്യാൻ പോകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെക്ടർ എന്ന് നമുക്ക് വെക്ടർ ബി മൈനസ് ചെയ്യണം. വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് വെക്ടർ അഡീഷൻ അറിയാമല്ലോ, നമുക്ക് വെക്ടർ ആഡ് ചെയ്യുന്ന അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കി, വെക്ടർ എ മൈനസ് വെക്ടർ ബിനെ വെക്ടർ എ പ്ലസ് മൈനസ് ബി ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കി. രണ്ട് സെയിം സാധനം തന്നെയല്ലേ. വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് ഓഫ് മൈനസ് ബി എന്ന് എഴുതിയാൽ പോരെ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെക്ടർ സബ്ട്രാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കത്തില്ല, പകരം നമുക്ക് ഏത് വെക്ടറാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. കാരണം വെക്ടർ ആഡ് ചെയ്യുന്നത് നമുക്കറിയാം. ക്ലിയർ അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ലൈക്ക് ഇതാണ് നമ്മുടെ വെക്ടർ എ എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ വെക്ടർ എ. ഓക്കെ, ഇതാണ് നമ്മുടെ വെക്ടർ ബി. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വരച്ച അതേ ഫിഗറാണ്. ഓക്കെ, വെക്ടർ എയും വെക്ടർ ബിയും. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? പാരലലോഗ്രാം ലോ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ്, ഈ കോമൺ പോയിന്റിൽ നിന്നുള്ള ഡയഗണൽ ആയിരിക്കും ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് വേണം വരയ്ക്കാവുന്നു. ഇതിങ്ങനെ ഈ കോമൺ ടെയിലിൽ നിന്ന് വരുന്ന റിസൾട്ടൻ്റ് ആണ് എന്ത്, ഈ റിസൾട്ടൻ്റ് ആണ് എന്ത്, നമ്മൾ എ പ്ലസ് ബി ആയിട്ട് പഠിച്ചല്ലേ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി. പക്ഷെ നമുക്കിപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി അല്ല വേണ്ടത്, വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണ് വേണ്ടത്. മൈനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, മൈനസ് ചെയ്യുന്നതിന് പകരം ഈ വെക്ടർ ബീനെ മൈനസ് ചെയ്തതിന് പകരം ബിയുടെ ഓപ്പോസിറ്റ് എടുത്തിട്ട് എയിൽ ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ. അപ്പോൾ ബിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേ വെക്ടർ ബി, ഇതാണല്ലോ വെക്ടർ ബി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരത്തില്ലേ അല്ലേ. അത്രയും തന്നെ ലെന്ത് എടുത്താൽ മതി, അത്രയും തന്നെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഡയറക്ഷൻ മാത്രം തിരിഞ്ഞു പോകും, ഡയറക്ഷൻ 180 ഡിഗ്രി തിരിഞ്ഞു പോകും അല്ലേ. അപ്പോൾ മൈനസ് ബി നമ്മൾ വരയ്ക്കുമ്പോൾ മൈനസ് ബി ഇങ്ങനെ വരും, കണ്ടോ. സെയിം ലെന്ത് തന്നെയാണ്, പക്ഷെ ഡയറക്ഷൻ ഇപ്പോൾ 180 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ വെക്ടർ ഏതായിരിക്കും, മൈനസ് ബി ആയിരിക്കും, കാരണം സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷൻ തിരിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വെക്ടർ എയും വെക്ടർ മൈനസ് ബിയും കൂടി ആഡ് ചെയ്താൽ അത് എന്തായി, അത് വെക്ടർ എ മൈനസ് ബി ആയി. ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും, ഈ റിസൾട്ടൻ്റ്, ഇതിൻ്റെ കോമൺ ടെയിലിൽ നിന്ന് ഇറങ്ങുന്ന ഈ റിസൾട്ടൻ്റ്, ഈ റിസൾട്ടൻ്റ് ഈ ആർ ഇസ് ഈക്വൽ ടു, ഇത് R1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ R2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, വെക്ടർ എ പ്ലസ് മൈനസ് ബി ആണ്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം നമ്മൾ വെക്ടർ എയും വെക്ടർ മൈനസ് ബിയും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ വെക്ടർ R2 എന്തായിരിക്കും, എ പ്ലസ് മൈനസ് ബി ആയിരിക്കും. ഇനി എ പ്ലസ് മൈനസ് ബി എന്താണെന്ന് നമുക്കറിയാം. എ പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ R2 ഇസ് ഈക്വൽ ടു എ മൈനസ് ബി തന്നെയാണ്. കാര്യം മനസ്സിലായോ. അപ്പോൾ സെയിം തന്നെ നമ്മൾ ആ പാരലലോഗ്രാം അല്ലെങ്കിൽ ട്രയാങ്കിളിലോ അപ്ലൈ ചെയ്താൽ മതി. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, നമുക്ക് ഏത് വെക്ടറാണോ മൈനസ് ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ബി മൈനസ് ചെയ്യാണ് വേണ്ടത് വിചാരിക്കും. ഈ കേസിൽ തന്നെ നമുക്ക് ബിന്ന് എ മൈനസ് ചെയ്യണം. നേരത്തെ എ മൈനസ് ബി, ഇപ്പോൾ ബി മൈനസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ബി മൈനസ് ചെയ്യണേ ബി ഓഫ് ബി പ്ലസ് മൈനസ് എന്ന് എഴുതാമല്ലോ. രണ്ട് സെയിം തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ഓപ്പോസിറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് എ എങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എങ്ങനെ വരും, ഇതായിരിക്കുമല്ലോ ഓപ്പോസിറ്റ്, ഇതായിരിക്കും മൈനസ് എ. അപ്പോൾ ഇത് മൈനസ് എ ആയി, പിന്നെ ഇത് ബി ആയി. ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തോന്ന് കിട്ടും, ദാറ്റ് ഈസ് ബി മൈനസ് എന്ന് കിട്ടും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ തന്നെയാണ്. എന്ത് വെക്ടറാണോ മൈനസ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പഴയ അതേ ലൗസ് ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്ത് നോക്കാം. ട്രയാങ്കിൾ ലോ, ഫോർ എക്സാമ്പിൾ, ഇത് നമ്മുടെ വെക്ടർ എ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. അല്ലേ?
അപ്പോൾ നോക്കുമ്പോൾ ഹെഡും ടെയിലും തമ്മിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ലോയിൽ നമുക്കറിയാം വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ഇതെന്തുവാ, ഈ വെക്ടർ ഏതാ, ദാറ്റ് ഈസ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് ഓർഡർ, അത് എ പ്ലസ് ബി ആണെന്ന് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമുക്ക് വേണ്ടത് എന്തുവാ, എ മൈനസ് ബി. അപ്പോൾ എ മൈനസ് ബി കണ്ടുപിടിക്കാൻ ബീൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പോൾ ബീൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ലേ, താഴോട്ടായിരിക്കത്തില്ലേ, കണ്ട ഇത് മൈനസ് ബി അല്ലേ, കാരണം ബി മുകളിലോട്ടാണ്, അപ്പം മൈനസ് ബി താഴോട്ടായിരിക്കും. ഇനി ഇവിടെ ട്രയാങ്കിൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കിയാൽ ഇതും ഇവിടെയും ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാമല്ലോ, ഒന്നിൻ്റെ ഹെഡ് അടുത്തതിൻ്റെ ടെയിലാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സൈഡിൻ ഓപ്പോസിറ്റ് ഓർഡർ, അപ്പോൾ ഇത് ഇങ്ങനെ വരും, കണ്ട ഇതാണ് എന്ത്, വെക്ടർ എ മൈനസ് ബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, കാരണം എ പ്ലസ് ഓഫ് മൈനസ് ബി ആണ്. ക്ലിയർ അല്ലേ, കാര്യം മനസ്സിലായാലോ. വേണമെങ്കിൽ നമുക്ക് പാരലോഗ്രാം അപ്ലൈ ചെയ്യാം, പാരലോഗ്രാമാണ് ഈ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല, പാരലോഗ്രാമാണ് അപ്ലൈ ചെയ്തത്. എയും ബിയും കൂടി ആഡ് ചെയ്തപ്പോൾ എ പ്ലസ് ബി ഇതാണെങ്കിൽ എ മൈനസ് ബി കണ്ടുപിടിക്കാൻ ബീൻ്റെ ഓപ്പോസിറ്റ് താഴോട്ട് എടുക്കുക, എന്നിട്ട് അതും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും, എ മൈനസ് ബി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഫിഗർ ഒന്നുകൂടി ഇന്ന് വരയ്ക്കാം ജസ്റ്റ്. ഇത് നോക്കിയാൽ ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി, ഇതാണ് ആ തീറ്റ എന്നിരിക്കട്ടെ. ഓക്കെ, എയും ബി തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എ മൈനസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്, ഇക്വേഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ബീൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക അല്ലേ. അപ്പോൾ ബീൻ്റെ ഓപ്പോസിറ്റ് എടുത്തു, ഈ ഓപ്പോസിറ്റ് ഇത് ഏത് വെക്ടർ മൈനസ് ബി ആണ് അല്ലേ, മൈനസ് ബി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യാം. നമുക്ക് എ മൈനസ് ബി കണ്ടുപിടിക്കാനായിട്ട് ഈ എയും മൈനസ് ബിയും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എ മൈനസ് ബി കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, ഇത് ഈ റിസൾട്ടൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി, എയും മൈനസ് ബി തമ്മിൽ ആംഗിൾ എത്ര ആയിരിക്കും, ഇത് മൊത്തം 180 അല്ലേ, മൊത്തം 180 ഡിഗ്രി ആണല്ലോ, അതിൽ ഇത് തീറ്റയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും, മിച്ചമുള്ള ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ, ഇത് ഈ ആംഗിൾ ഇതെത്രയാ, ഇത് പൈ മൈനസ് 180, പൈ മൈനസ് 180, പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ 180 മൈനസ് തീറ്റ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇക്വേഷൻ അറിയാം, ആർ ഇസ് ഈക്വൽ ടു, വൈറ്റ് വെച്ച് എഴുതാം അല്ലേ, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇത് ആഡ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്, എ പ്ലസ് ബി ആഡ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്. നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് എന്തുവാ, എ പ്ലസ് മൈനസ് ബി ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് മൈനസ് ബി ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മൈനസ് ബീൻ്റെ സ്ക്വയർ വരും പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു മൈനസ് ബി. മൈനസ് ബി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ശരിക്കും മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൈനസ് ബി എടുക്കേണ്ട ആവശ്യമില്ല, ശരിക്കും നമുക്ക് ബി മാത്രം എടുത്താൽ മതി. കാരണം മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉൾപ്പെടെയാണ് മൈനസ് ബി, ഡയറക്ഷൻ ഉൾപ്പെടെയാണ് മൈനസ് ബി വരുന്നത് കേട്ടോ. അപ്പോൾ മൈനസ് ബി എടുക്കണ്ട. ഇൻറ്റു കോസ് തീറ്റ, ഈ കേസിൽ എത്രയാ, മൈനസ് ബിയും എയും തമ്മിൽ തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ പൈ മൈനസ് തീറ്റയാണ്. അപ്പോൾ കോസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ്, എടാ ഈ കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് പൈ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്നറിയാലോ, നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചതാണ്. ട്രിഗ്നോമെട്രി പഠിക്കാത്തവർ പഠിക്കുക കേട്ടോ, നമ്മുടെ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് ബേസിക് മാത്തമാറ്റിക്സിൻ്റെ വീഡിയോ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ട്രിഗ്നോമെട്രി പഠിക്കാത്തവർ അത് വീഡിയോ പോയി കണ്ടാൽ മതി. നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, അപ്പോൾ മൈനസ് കോസ് തീറ്റ എന്ന് വരും അല്ലേ. അപ്പോൾ 2ab ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്ന് വരും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ വെക്ടർ സബ്ട്രാക്ഷൻ്റെ ഇക്വേഷൻ എന്താ, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് അല്ലേ. ആഡ് ചെയ്യുമ്പോൾ പ്ലസ് എ ബി, മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 2ab. ഓക്കെ, ആ ഒരു ഡിഫറൻസ്, പ്ലസും മൈനസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ, ബാക്കി ഇക്വേഷനും മെത്തേഡ് എല്ലാം സെയിം ആണ്. കാര്യം മനസ്സിലായല്ലോ. ഇനി ഇവിടെ ചിലക്ക് സംശയം വരുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ തീറ്റ ഏതാ, ഈ തീറ്റ എന്ന് പറയുമ്പോൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ, ഈ തീറ്റയാണ് ഈ തീറ്റ. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതല്ലേ ഇക്വേഷൻ,
ഇവിടെ എടുക്കേണ്ട തീറ്റ ഏതാ? ഈ തീറ്റയാണ് എയും ബി തമ്മിലുള്ള തീറ്റയാണോ എടുക്കേണ്ടത്, എ മൈനസ് ബി തമ്മിലുള്ള തീറ്റയാണോ എടുക്കേണ്ടത്? ഈ തീറ്റ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത് ഈ തീറ്റ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി എയും മൈനസ് ബി തമ്മിലുള്ള തീറ്റ പൈ മൈനസ് തീറ്റയാണ്, അത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? ഈ എയും മൈനസ് ബി തമ്മിലുള്ള ആംഗിളാണ് പൈ മൈനസ് തീറ്റ. അത് ഓൾറെഡി എടുത്തപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ കിട്ടിയത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ എഴുതിയേക്കുന്ന തീറ്റ ഈ തീറ്റ തന്നെയാണ്, എയും ബി തമ്മിലുള്ള തീറ്റ തന്നെയാണ് ഈ തീറ്റ. ചിലക്ക് സംശയം വരും, സാർ മൈനസ് സി ഇല്ല, അങ്ങനെ വരുമ്പോൾ എയും മൈനസ് ബി തമ്മിലുള്ള ഈ തീറ്റ അല്ല എടുക്കേണ്ടത്, അത് ഓൾറെഡി എടുത്തപ്പോഴാണ് നമുക്ക് മൈനസ് കിട്ടിയത്. അതുകൊണ്ട് ഈ തീറ്റ തന്നെ എടുത്താൽ മതി, ഈ തീറ്റ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡായി. ഇനി നമുക്ക് ഡയറക്ഷൻ വേണമല്ലോ. ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് ബി സൈൻ പൈ മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് പൈ മൈനസ് തീറ്റ എന്ന് വരും. സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. എ പ്ലസ് ബിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ ആയിരുന്നു. ഇവിടെ തീറ്റയ്ക്ക് പകരം പഴയ ഇക്വേഷനിൽ തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ വന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, സോ ഇനി സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബി ഇത് സൈൻ തീറ്റ തന്നെ വരും, ഡിവൈഡഡ് ബൈ സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണ്, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു കോസ് പൈ മൈനസ് തീറ്റ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോൾ മൈനസ് ഓഫ് ബി കോസ് തീറ്റ എന്ന് വരും. ഇതാണ് ടാൻ ആൽഫ, ദാറ്റ് ഈസ് ഡയറക്ഷൻ്റെ ഇക്വേഷൻ. കാര്യം മനസ്സിലായല്ലോ? അപ്പം നോക്കിയേ, പഴയ ഇക്വേഷൻ തന്നെ അല്ലേ നോക്കിയേ, ജസ്റ്റ് ചെറിയ ഡിഫറൻസ് ഉണ്ട്. നേരത്തെ പ്ലസ് ഉള്ളിടത്ത് ഇപ്പോൾ മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി രണ്ട് ഇക്വേഷനും സെയിം ആണ്. മെത്തേഡ് എല്ലാം സെയിം, ലോസ് എല്ലാം സെയിം ആണ്, ഇക്വേഷൻസ് എല്ലാം സെയിം ആണ്, ജസ്റ്റ് പ്ലസ് മൈനസ് ആയെന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ആദ്യം ഒരു ഈസി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നോക്കിയോ, ഫോർ എക്സാമ്പിൾ ഒരു വെക്ടർ ഇത് 10 ന്യൂട്ടൺ ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ഇത് അടുത്ത വെക്ടർ, ഇത് വെക്ടർ 30 ന്യൂട്ടൺ ആണെന്ന് ഇരിക്കട്ടെ. ഈ ആംഗിൾ 53 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് വെക്ടർ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് difference of these two vectors. മനസ്സിലായല്ലോ? ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും പിന്നെ അതിൻ്റെ ഡയറക്ഷനുമാണ് നമുക്ക് വേണ്ടത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ചെയ്യാമല്ലോ. ഇക്വേഷൻ എന്തുവാ? ഇക്വേഷൻ നമുക്കറിയാം, ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ആർ ഇസ് ഈക്വൽ ടു സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റയാണ്. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ മൈനസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ 30നെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ 30 നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഇതാണ് -30 അല്ലേ. എന്നിട്ട് ഇത് രണ്ടും, ഈ 10ഉം ഈ -30 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ടൻറ്റ് കിട്ടും. ഓക്കെ, ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എഴുതിയേക്കുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ്റെ വാല്യൂ 10 ആണ്, ഇപ്പോൾ 10ൻ്റെ സ്ക്വയർ എന്ന് വരും, പ്ലസ് ബീൻ്റെ വാല്യൂ -30 ആണ്. 30 എടുത്താൽ മതി, കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. -30 എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഉൾപ്പെടെയാണ് -30 പറയുന്നത്. ഡയറക്ഷൻ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ 30 മതി. അപ്പോൾ 30ൻ്റെ സ്ക്വയർ എന്ന് വരും -2 × 10 × 30 × കോസ് തീറ്റ. ഇതിൽ തീറ്റ ഏതാ എടുക്കേണ്ടത്? ഈ -30 10 തമ്മിലുള്ള തീറ്റയാണോ എടുക്കേണ്ടത്, അതോ ഈ 53 ആണോ എടുക്കേണ്ടത്? 53 ആണ് എടുക്കേണ്ടത്, തെറ്റിപ്പോവില്ല. കാരണം ശരിക്കുള്ള ആംഗിൾ 180 - 53 ഡിഗ്രി ആണ്, പക്ഷെ അത് ഓൾറെഡി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൈനസ് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ തീറ്റ എടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ കോസ് 53 എന്ന് വരും, കോസ് 53 ഡിഗ്രി. ഓക്കെ, ഇന്നത് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 പ്ലസ് 13ൻ്റെ സ്ക്വയർ 900 അല്ലേ. അപ്പം 900 മൈനസ് 10 × 30 300 × 2 600 വരില്ലേ. 600 × കോസ് 53 എത്രയാടാ? കോസ് 53 സ്പെഷ്യൽ ട്രയാങ്കിൾ ഓർക്കുന്നുണ്ടോ? സ്പെഷ്യൽ ട്രയാങ്കിളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. 53 ഡിഗ്രീൻ്റെ ട്രയാങ്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ്ലി 4 ആണ് വരുന്നത്. ഓപ്പോസിറ്റ്ലി 4ൽ അഡ്ജസൻറ്റിൽ 3, ഹൈപ്പോട്ടന്യൂസിൽ 5. അപ്പോൾ കോസ് 53 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് 3/5 വരും അല്ലേ. 3/5. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 60 120 കിട്ടത്തില്ലേ.
120 അല്ലേ, 120 കിട്ടത്തില്ലേ, 120 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 900 കൂടി 1000, ആ 1000 മൈനസ് 360 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 നിന്ന് 360 പോയാൽ എത്ര മിച്ചം, ദാറ്റ് ഈസ് 700 പിന്നെ 670 അല്ലേ, 670 അത്രയും ന്യൂട്ടൺസ്. ഓക്കെ, അത് റൂട്ട് എടുക്കാൻ നിൽക്കേണ്ട, അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടി, റൂട്ട് ഓഫ് അല്ല സോറി 360 അല്ലല്ലോ, സോറി 360 അല്ലേ, അപ്പോൾ 640 എന്ന് വരത്തില്ല, സോറി 640 ആയി വരുന്നത്. അപ്പോൾ 640 ന്യൂട്ടൺ എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇനി ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ ഇക്വേഷൻ എന്താ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി കോസ് തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബീൻ്റെ വാല്യൂ ഏതാ, നമ്മൾ ഇതിനകത്ത് ബി ഏതാ എടുക്കുന്നത്, ബി 30 ആണോ 10 ആണോ, 30 ആണ് അല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചതാണ് അല്ലേ. ദാറ്റ് ഈസ് റെഫറൻസ് നമ്മൾ ഈ വെക്ടറാണ് എടുക്കുന്നത് അല്ലേ, താഴത്തെ വെക്ടറാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇതാണ് എ, പിന്നെ ഈ വെക്ടറാണ് ബി. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോയില്ലേ അല്ലേ. അപ്പോൾ ബീൻ്റെ വാല്യൂ 30 എടുത്താൽ മതി. അപ്പോൾ 30 ഇൻറ്റു സൈന് 53 ഡിഗ്രി ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 10 ആണ്, 10 മൈനസ് കോസ് 10 മൈനസ് 30 കോസ് 53 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു സൈൻ 53 എത്രയാ, 4/5 അല്ലേ, 4/5 ഡിവൈഡഡ് ബൈ 10 മൈനസ് 30 ഇൻറ്റു കോസ് 53 ഈസ് 3/5 ആണ്, അപ്പോൾ 3/5. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 10 മൈനസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരത്തില്ലേ, 6 ഇൻറ്റു 3 ദാറ്റ് ഈസ് 18 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 മൈനസ് 8 എന്ന് വരും അല്ലേ. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് വരും അല്ലേ, അപ്പം -3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ടാൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -3 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡയറക്ഷനും കിട്ടി. അപ്പോൾ സെയിം തന്നെ, ജസ്റ്റ് ഇക്വേഷന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ, ഇതൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കിയേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വെക്ടർ എയും വെക്ടർ ബി തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വെക്ടർ സി എന്ന് കിട്ടും. വെക്ടർ എ പ്ലസ് വെക്ടർ ബി സിക്കുള്ള സി. പിന്നെ 3ന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, എ 5 ആണ്, ബി 3 ആണ്, സി 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി സി തമ്മിലുള്ള ആംഗിൾ ആണ് വേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു വെക്ടർ സി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ബി സി തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ സി മൈനസ് വെക്ടർ ബി എന്ന് വരത്തില്ല നോക്കിയേ. അപ്പോൾ ഇത് വെക്ടർ സബ്ട്രാക്ഷൻ ആയില്ലേ. ക്ലിയർ അല്ലേ. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം റിസൾട്ടൻ്റ് ആറിൻ്റെ ഇക്വേഷൻ എന്താ, റൂട്ട് ഓഫ് ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ ആണ്. ഇവിടെ ആറിന് പകരമാണ് എ വന്നേക്കുന്നത്, എക്ക് പകരമാണ് സി, പിന്നെ ബിക്ക് പകരം ബി തന്നെയാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ പുട്ട് ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് എയുടെ വാല്യൂ അല്ലേ നമ്മൾ ആറിന് പകരം ഇടണ്ടേ, എയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ 5 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്ക് പകരം ഇവിടെ സി ആണ്, സിൻ്റെ വാല്യൂ 6 തന്നിട്ടുണ്ട്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ മൈനസ് ബീൻ്റെ വാല്യൂ എത്രയാണ്, ബീൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ പ്ലസ് ആണ്, മൈനസ് 2 ഇൻറ്റു 6 ഇൻറ്റു 3 ഇൻറ്റു കോസ് തീറ്റ. ഈ കോസ് തീറ്റ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സോൾവ് ചെയ്തെടുത്താൽ മതി. ത്രൂ ഔട്ട് ഒരു സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോയി കിട്ടും. അപ്പോൾ 25 ഇസ് ഈക്വൽ ടു 36 പ്ലസ് 9 മൈനസ് 6 ഇൻറ്റു 3 18, 18 ഇൻറ്റു 2 36 അല്ലേ. അപ്പോൾ 36 കോസ് തീറ്റ എന്ന് വരുമല്ലോ, ശരിയല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 36 9 കൂടി ആഡ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 25 45 പോകുമ്പോൾ മിച്ചം 20 അല്ലേ. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു -20 അല്ലേ കിട്ടുന്നത്. -20 ഈസ് ഈക്വൽ ടു 36 കോസ് തീറ്റ എന്ന് വരും അല്ലേ. -36 കോസ് തീറ്റ എന്ന് വരും. മൈനസ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 20/36. ഓക്കെ, ഡിവൈഡ് ചെയ്തിടാം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 5/9 എന്ന് കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഇതിന് തീറ്റ എന്ത് കിട്ടും, തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/9. ഓക്കെ, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ, കോസ് ഇൻവേഴ്സ് 5/9. അപ്പോൾ മനസ്സിലായാലും ഈസിയാണ്. സെയിം നമ്മൾ അഡീഷൻ ചെയ്യുന്ന അതേ സാധനം തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ
ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കേസസ് പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കേസസ് പറഞ്ഞില്ലായിരുന്നു, അതുപോലെ കുറച്ച് കേസസ് ഉണ്ട്. ആ കേസ് നമുക്ക് ചെയ്ത് നോക്കാം. കേസ് 1, അതായത് നമുക്ക് റിസൾട്ടിൻ്റെ മാക്സിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും നോക്കിയേ. റിസൾട്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, R = a² + b² - 2ab cos θ. ഇതല്ലേ ഇക്വേഷൻ. ഇനി നമ്മൾ അഡീഷന് പഠിച്ച അതേ സാധനം തന്നെ നമുക്ക് ഇപ്പോൾ R max കിട്ടണമെന്ന് വിചാരിക്കും. അപ്പോൾ R max കിട്ടാനായിട്ട് നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടേം അങ്ങ് മിനിമം ആയാൽ പോരെ, കാരണം ഈ ടേം നമ്മൾ മൈനസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടേം മിനിമം ആയാൽ മതി. ഇനി ഈ ടേം മിനിമം ആയാന്ന് പറഞ്ഞാൽ കോസ് തീറ്റൻ്റെ വാല്യൂ മിനിമം ആയാൽ മതി. കോസ് തീറ്റൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? -1 ആണ്, ശരിയല്ലേ. അപ്പോൾ R max കിട്ടണമെന്നുണ്ടെങ്കിൽ കോസ് തീറ്റൻ്റെ വാല്യൂ മിനിമം ആയാൽ മതി. കോസ് തീറ്റൻ്റെ മിനിമം വാല്യൂ -1 ആണ്. ഇനി കോസ് തീറ്റ -1 ആണെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആയിരിക്കുമല്ലോ, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R = √a² + b² - 2ab ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം -1 എന്ന് പൊട്ട് ചെയ്യുക. അപ്പോൾ ഇൻറ്റു -1 എന്ന് വരും, ശരിയല്ലേ. ഈ -1 -1 കൂടി പ്ലസ് ആകും. അപ്പോൾ R = √a² + b² + 2ab എന്ന് വരുമല്ലോ, അല്ലേ. ഇനി ഇത് a + bൻ്റെ എക്സ്പാൻഷനാണ് നമുക്കറിയാം, അല്ലേ. a² + b² + 2ab a + bൻ്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ R = √a + b² എന്ന് വരും. ദാറ്റ് ഈസ് R max = a + b എന്ന് വരും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്, പക്ഷെ കണ്ടീഷൻ ഇപ്പം മാറി. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മാക്സിമം റിസൾട്ടൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീറ്റ അവിടെ 0 ആയിരുന്നു. ഇവിടെ റിസൾട്ടൻറ്റ് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ തീറ്റ എങ്ങനെയാണെന്ന് നോക്കിയേ, 180 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഈ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ a + b അല്ല, a - b ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ വെക്ടർ a മൈനസ് വെക്ടർ ബിൻ്റെ മാക്സിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് വെക്ടർ a + വെക്ടർ b ചെയ്താൽ മതി. അതിൻ്റെ കണ്ടീഷൻ എന്താ? ആ കേസിൽ തീറ്റ ഷുഡ് ബി 180 ഡിഗ്രി ആയിരിക്കണം. അതായത് ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഇത് വെക്ടർ a ആണെന്ന് വിചാരിക്കും, ഇത് വെക്ടർ b ആണെന്ന് വിചാരിക്കും. നോക്കിയേ, രണ്ടും പാരലൽ അല്ലേ നോക്കിയേ, സോറി രണ്ടും ആൻറ്റി പാരലൽ അല്ലേ നോക്കിയേ. രണ്ടിൻ്റെ തീറ്റ 180 ഡിഗ്രിയാണ്, അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ് മാക്സിമം ആയിരിക്കും. a + bൻ്റെ മാക്സിമം റിസൾട്ടൻ്റ് ആയിരിക്കും കിട്ടുന്നത്. കാര്യം മനസ്സിലായല്ലോ? അടുത്തത് കേസ് 2. നമുക്ക് R മിനിമം ആണ് വേണ്ടത് വിചാരിക്കും. അപ്പോൾ R മിനിമം കിട്ടാനായിട്ട് Rൻ്റെ വാല്യൂ മിനിമം ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈനസ് ചെയ്യേണ്ട ടേം മാക്സിമം ആയാൽ മതി. ഇനി ഇതിനകത്ത് മാക്സിമം ആണെന്ന് പറഞ്ഞാൽ കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആയതിന്, കാരണം കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ ഈ ടേം മാക്സിമം ആയിരിക്കും. അപ്പോൾ Rൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും. അപ്പോൾ R മിനിമം കിട്ടാൻ കോസ് തീറ്റൻ്റെ വാല്യൂ മിനിമം ആയാൽ മതി. കോസ് തീറ്റൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? സോറി, കോസ് തീറ്റൻ്റെ മാക്സിമം വാല്യൂ ആയാൽ മതി. കോസ് തീറ്റൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? +1 ആണ്, ശരിയല്ലേ. ഇനി കോസ് തീറ്റ +1 ആണെങ്കിൽ തീറ്റാൻ്റെ വാല്യൂ എത്രയാണ്? 0 ഡിഗ്രിയാണ്. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ബാക്കി വാല്യൂ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ R മിനിമം ഓഫ് a - b കേട്ടോ, a + b അല്ല, തെറ്റിപ്പോയില്ലേ. ദാറ്റ് ഈസ് = √a² + b² - 2ab ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം +1 ഇടുക. അപ്പോൾ ഇൻറ്റു 1 എന്ന് വരും, അല്ലേ. ദാറ്റ് ഈസ് = ഇത് a - b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അല്ലേ. അപ്പോൾ ഇത് a - bൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് R മിനിമം ഈസ് ഈക്വൾ എന്തെന്ന് കിട്ടും? a - b എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെയും R മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. പക്ഷേ ഇവിടെ കണ്ടീഷൻ മാറി. ഇത് a - b ആണ്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ് മിനിമം കിട്ടുന്ന വാല്യൂ a - b തന്നെയാണ്. പക്ഷേ അവിടെ കണ്ടീഷൻ എന്താ? തീറ്റ ഷുഡ് ബി 0 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് ഈസ് ഒരു വെക്ടർ a ഇങ്ങനെയാണെങ്കിൽ b അതുമായിട്ട് പാരലൽ വരുമ്പോഴാണ് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം റിസൾട്ടൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അഡീഷനിൽ പറഞ്ഞത് നേരെ തിരിഞ്ഞു പോയി. അവിടെ R മാക്സിമം കിട്ടാനായിട്ട് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ പാരലൽ ആയിരിക്കും. തീറ്റ 0 ആയാൽ മതിയായിരുന്നു. ഇവിടെ 180 ഡിഗ്രിയാണ്. അതുപോലെ R മിനിമം കിട്ടാൻ അവിടെ തീറ്റ 180 ഡിഗ്രി ആയിരുന്നു, ഇവിടെ 0 ഡിഗ്രി ആയി. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതും കൂടി ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ലാസ്റ്റ് നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കൂടി പഠിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ അവിടെ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ R = 2a cos θ/2 പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ?
ഷോർട്ട് കട്ട് ഇക്വേഷൻ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി ആണെന്ന് വിചാരിക്കും. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനകത്ത് പുട്ട് ചെയ്ത് നോക്കാം. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇതല്ലേ ഇക്വേഷൻ. ഇതിൽ ആർ ഇസ് ഈക്വൽ ടു രണ്ടിടത്തും എയുടെ വാല്യൂ എ സ്ക്വയർ പ്ലസ് ബിക്ക് പകരം എ സ്ക്വയർ തന്നെ പുട്ട് ചെയ്യാം, കാരണം രണ്ടും സെയിം ആണ്. -2 ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ അല്ലേ. അപ്പോൾ 2a സ്ക്വയർ മൈനസ് 2a സ്ക്വയർ കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ, അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ കോമൺ എടുക്കുകയാണെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1 മൈനസ് കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എടാ 1 പ്ലസ് കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് കോസ് തീറ്റ എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഓക്കെ, ഇത് ട്രിഗ്നോമെട്രി ആണ്, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് നമുക്ക് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് നോക്കി വെച്ചാൽ മതി. സോറി, പ്ലസ് അല്ല, സോറി മൈനസ് ആണ് കേട്ടോ, മൈനസ് ആണ്, സോറി മൈനസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 മൈനസ് കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത് ട്രിഗ്നോമെട്രി പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ആ ഷോർട്ട് കട്ട് ഇക്വേഷൻ കിട്ടിയാൽ മതി. ഓക്കെ, ഡെറിവേഷൻ വേണമെന്നില്ല. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആയിട്ട് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4a സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു 4ൻ്റെ റൂട്ട് 2 ആണ്, എ സ്ക്വയറിൻ്റെ റൂട്ട് എ, സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ൻ്റെ റൂട്ട് സൈൻ തീറ്റ ബൈ 2 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് അടുത്ത ഷോർട്ട് ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ, ഇത് മൈനസ് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷനാണ്. ഈ റിസൾട്ടൻ്റ് ഏതാ? ഇത് എ മൈനസ് ബിൻ്റെ റിസൾട്ടൻ്റ് ആണ് കേട്ടോ. അതേസമയത്ത് ഇത് എന്തായിരുന്നു? ഇത് എ പ്ലസ് ബിൻ്റെ റിസൾട്ടൻ്റ് ആയിരുന്നു. രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ ഷോർട്ട് കട്ട് എന്തുവാ? 2a സൈൻ തീറ്റ ബൈ 2. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ, തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. അതായത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ സബ്ട്രാക്ഷൻ്റെ റിസൾട്ടൻ്റ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ആർ മാക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, അത് ആർ മാക്സ് അല്ലേ. ഡിഫറൻസിൻ്റെ മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ തീറ്റ എത്ര ആയിരിക്കണം? തീറ്റ ഷുഡ് ബി 180 ഡിഗ്രി ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഈ കേസിൽ റിസൾട്ടൻ്റ് മാക്സിമം കിട്ടാൻ ഷുഡ് ബി ആൻറ്റി പാരലൽ, ദാറ്റ് ഈസ് തീറ്റ ഷുഡ് ബി 180 ഡിഗ്രി. ഓക്കെ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. വെക്ടർ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു വെക്ടർ എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ വിൽ ബി കറക്റ്റ്? ഓക്കെ, വെക്ടർ എ പ്ലസ് ബിയും വെക്ടർ എ മൈനസ് ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഒന്ന്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ മേ ബി 0. അത് കറക്റ്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെക്ടർ എ പ്ലസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? എ പ്ലസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്തുവാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതല്ലേ ഇക്വേഷൻ. ഇനി വെക്ടർ എ മൈനസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? റിസൾട്ടിൻ്റെ ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇതല്ലേ നമ്മൾ പഠിച്ചത്. ഇനി ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എ 0 ആയാൽ പോരെ? എ 0 ആണെങ്കിൽ ഇത് ഈ ടേം അങ്ങ് 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. അതുപോലെ ഈ ടേം 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. അപ്പോൾ രണ്ടിടത്ത് ബി സ്ക്വയർ മാത്രമല്ലേ മിച്ചം വരത്തുള്ളൂ. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആകത്തില്ലേ? അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി
മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മസ്റ്റ് ബി സീറോ നിർബന്ധമില്ല. ഓക്കെ, ബി സീറോ ആയാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആകത്തുള്ള നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് മസ്റ്റ് ബി സീറോ തെറ്റാണ്. ബി സീറോ ആയില്ലെങ്കിലും ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ, എ സീറോ ആയാൽ മതി. ഇനി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി മസ്റ്റ് ബി 0 ഡിഗ്രി. ഓക്കെ, മസ്റ്റ് ബി 0 ഡിഗ്രി, അതും തെറ്റല്ലേ? മസ്റ്റ് ബി 0, അതായത് തീറ്റാൻ്റെ വാല്യൂ 90 ഡിഗ്രി ആയാലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആകത്തുള്ളൂ. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു എൻ്റെ വാല്യൂ 0 എടുത്താലും മതി. എൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. അപ്പോൾ മസ്റ്റ് ബി എന്ന് പറയുന്നത് തെറ്റിപ്പോയി. ഇനി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി മേ ബി 0, അത് കറക്റ്റാണ്. 90 ഡിഗ്രി ആയാലും 0 വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആവും. നോക്കിയേ, ഇവിടെ കോസ് 90 ആണെങ്കിൽ ഈ ടേം അങ്ങ് 0 ആയി പോയല്ലോ. കോസ് 90 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അത് 0 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ കോസ് 90 വരുമ്പോൾ ഈ ടേം അങ്ങ് 0 ആയിപ്പോയി. അതുപോലെ ഇവിടെയും ഈ ടേം അങ്ങ് 0 ആയിപ്പോയി. അപ്പോൾ രണ്ടിടത്തും a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ രണ്ടിടത്തും ഈക്വൽ ആകത്തില്ലേ? കാര്യം മനസ്സിലായോ? കോസ് തീറ്റേൻ്റെ വാല്യൂ കോസ് 90 എന്ന് പുട്ട് ചെയ്താൽ ഈ ടേമും പോയി ഈ ടേമും പോയി, രണ്ടിടത്തും കോസ് 90 0 ആയി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടിടത്തും സെയിം വാല്യൂസ് അല്ലേ വരുന്നത്. നോക്കി, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്, അപ്പോഴും ഈക്വൽ ആണ്. അപ്പോൾ മേ ബി വരുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡി വരും. ജെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഒന്നെങ്കിൽ എയും ബിയിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആക്കുക, അല്ലെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആക്കിയാൽ മതി. തീറ്റ 90 ഡിഗ്രി ആണെങ്കിലുണ്ടല്ലോ അതൊരു ഷോർട്ട് കട്ട് കൂടി ഉണ്ട്. ആ ഷോർട്ട് കട്ട് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് എടാ, ഇത് വെക്ടർ എ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് വെക്ടർ ബി ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഉള്ള എ പ്ലസ് ബിയുടെ വാല്യൂ എന്തായിരിക്കും? എ പ്ലസ് ബിയുടെ വാല്യൂ ഇങ്ങനെയല്ലേ വരുന്നത്? ഇതല്ലേ എ പ്ലസ് ബി പാരലോഗ്രാമിലോ. അപ്പോൾ ഇത് ഈ പാരലോഗ്രാമിൽ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു ഡയഗണൽ കൂടി കിട്ടുമല്ലോ. ഒരു ഡയഗണലിൽ നമ്മൾ കോമൺ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഡയഗണൽ, ഈ ഡയഗണലുണ്ട്, അത് എ പ്ലസ് ബി ആണെന്ന് നമുക്കറിയാം. പിന്നെ അല്ലാതെ ഒരു ഡയഗണൽ കൂടി ഇല്ല. ഇത് ഈ ഒരു ഡയഗണൽ ഇല്ലേ നോക്കിയത്, ഈ ഒരു ഡയഗണൽ, ഈ ഡയഗണൽ, ഈ ഡയഗണൽ എ മൈനസ് ബി ആയിരിക്കും. അതൊക്കെ ഷോർട്ട് കട്ടാണ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. വെക്ടർ എ ഇതാണ്, ഇത് വെക്ടർ ബി ആണ്. അപ്പോൾ വെക്ടർ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതിന് കോമൺ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്ന ഡയഗണലാണ്. അപ്പോൾ അത് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ ആ രണ്ടാമത്തെ വെക്ടർ എന്ന് പറയുന്നത് എ മൈനസ് ബി ആയിരിക്കും. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ ഉള്ള വെക്ടർ ആയിരിക്കും അതിനെ ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് വേണേൽ ഫിഗറിൽ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നോക്കിയാൽ മതി. നോക്കി, ഇതല്ലേ വെക്ടർ എ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇതല്ലേ വെക്ടർ എ പ്ലസ് ബി നമുക്ക് കിട്ടിയത്. എ മൈനസ് ബി ഏതാ? എ മൈനസ് ബി ഇതല്ലേ എ മൈനസ് ബി. ഇത് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ, ഇത് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും ആ പാരലോഗ്രാമിൻ്റെ രണ്ടാമത്തെ ഡയഗണലാണ്. കണ്ടോ? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ രണ്ട് കോമൺ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്ന ഡയഗണൽ എ പ്ലസ് ബി ആണെങ്കിൽ രണ്ടാമത്തെ അതർ ഡയഗണൽ എ മൈനസ് ബി ആയിരിക്കും. ഓക്കെ, സോ ഒരു ഷോർട്ട് ട്രിക്ക് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് റിസൾട്ടന്റ് ഓഫ് 2 യൂണിറ്റ് വെക്ടർ ഈസ് ഓൾസോ എ യൂണിറ്റ് വെക്ടർ ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ഈസ്. ഓക്കെ, ഇത് ശരിക്കും വെക്ടർ സബ്ട്രാക്ഷൻ അല്ല, വെക്ടർ അഡീഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ പറയുന്നത്? രണ്ട് വെക്ടേഴ്സ് രണ്ടും യൂണിറ്റ് വെക്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റ് ഒരു യൂണിറ്റ് വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആറിൻ്റെ ഇത് വെക്ടർ അഡീഷനാണ്, സബ്ട്രാക്ഷൻ അല്ല. കാരണം റിസൾട്ടൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്, സബ്ട്രാക്ഷൻ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക അല്ലേ? ദാറ്റ് ഈസ് 2a cos θ/2 അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതിൻ്റെ റിസൾട്ടൻ്റ് സെയിം ആണ്. യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം, അത് 1 അല്ലേ? യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 എന്ന് വരും, ഇൻറ്റു cos θ/2. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് cos θ/2 ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടത്തില്ലേ? ഈ 2 ഇപ്പുറത്തേക്ക് പോകുമല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് θ/2 ഇസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് 1/2 എത്രയാ? cos 1/2 കിട്ടുന്നത് എപ്പോഴാണ്? 60 ഡിഗ്രി ആകുമ്പോഴല്ലേ? അപ്പോൾ 60 ഡിഗ്രി, ദാറ്റ് ഈസ് 60 ഡിഗ്രി അല്ലെങ്കിൽ π/3.
π/3 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീറ്റാൻ്റെ വാല്യൂ എത്രയാണ്? 2 × π/3, അതായത് 2π/3 എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ വെക്ടർ അഡീഷൻ ആയിരുന്നു, വെക്ടർ സബ്ട്രാക്ഷൻ അല്ല ആക്ച്വലി, കാരണം വെറും റിസൾട്ടൻ്റാണ് പറഞ്ഞത്, സബ്ട്രാക്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇത് വരും, ഓപ്ഷൻ ഡി ഈസ് ആൻസർ 2π/3. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A particle is moving in a circular path with constant speed v. Then find the magnitude of change in velocity when it rotates by an angle of 60 degree. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനി 2 dimension മോഷനിൽ സർക്കുലർ മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ അവിടെയും ഒന്നുകൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയേ. അവിടെ ഒരു സർക്കിള് ഓക്കെ, ആ സർക്കിളിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ അത് കോൺസ്റ്റന്റ് സ്പീഡിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് 60 ഡിഗ്രി കറങ്ങി കഴിയുമ്പോൾ അവിടെയുള്ള ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം അസ്യൂം ചെയ്യാം. ഇത് ഇനീഷ്യലി പാർട്ടിക്കിൾ ഇവിടെ ആയിരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾ സർക്കിളായിട്ട് കറങ്ങുമ്പോൾ അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ഡയറക്ഷനാണ്. ഓക്കെ, അന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ സർക്കുലർ മോഷനെ എന്തായാലും പഠിക്കും. ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ഒരു പാർട്ടിക്കിൾ സർക്കിളായിട്ട് കറങ്ങുമ്പോൾ, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷന് ടാൻജൻഷ്യൽ ആയിരിക്കും എപ്പോഴും. ഏത് പോയിന്റിലാണോ ഡയറക്ഷൻ വേണ്ടത് ആ പോയിന്റിലൊരു ടാൻജൻഷ്യൽ വരച്ചാൽ മതി. ആ ടാൻജൻ്റ് ആയിരിക്കും വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, എന്നിട്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്തു? പാർട്ടിക്കിൾ ഇവിടുന്ന് 60 ഡിഗ്രി കറങ്ങി അല്ലേ? 60 ഡിഗ്രി കറങ്ങി. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. ഇവിടെയാണ് ഇപ്പോൾ പാർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? അവിടെ ടാൻജൻറ്റ് വരച്ചാൽ മതി. എന്നാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതുകൊണ്ട് ആദ്യമേ വി ആണെങ്കിൽ ഇപ്പോഴും വി തന്നെ ആയിരിക്കും, കാരണം സെയിം സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് സ്പീഡാണ്, ഡയറക്ഷൻ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇത് ഓക്കെ, ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. പാർട്ടിക്കിൾ ആദ്യം ഇവിടെ ആയിരുന്നു, അത് കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ ചേഞ്ച് ഇൻ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറും ഈ വെലോസിറ്റിയും ഈ വെലോസിറ്റി തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ നോക്കിയാൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ ഷോർട്ട് കട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് R = 2a sin θ/2. ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ ഷോർട്ട് കട്ട് ഇക്വേഷൻ. കാരണം രണ്ടിടത്ത് വെലോസിറ്റി സെയിം അല്ലേ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ, സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി R = 2 മാഗ്നിറ്റ്യൂഡ് v ആണ്. അപ്പോൾ v × sin θ/2. θ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 60 ഡിഗ്രി ബൈ 2 എന്ന് വരും. 60/2 എത്ര? 30 ഡിഗ്രി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × v × sin 30 ഡിഗ്രി എന്ന് വരും. sin 30 ഡിഗ്രി എത്രയാണ്? 1/2 അല്ലേ? അപ്പോൾ R = 2 × v × sin 30 1/2 ആണ്. അപ്പോൾ 1 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ R = v തന്നെ കിട്ടും. മനസ്സിലായോ? അതായത് ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഈ വിയും കൂടി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് v തന്നെയാണ്. കാര്യം മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഇത് വേണേൽ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കുക, ഇത് ഇനീഷ്യൽ വെലോസിറ്റി യും ഇത് ഫൈനൽ വെലോസിറ്റി v ആയിട്ട് എടുക്കുക. അപ്പോൾ v - u = ഈ കേസിൽ v തന്നെയാണ്. കാര്യം മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ വെക്ടർ സബ്ട്രാക്ഷൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, കോൺസെപ്റ്റും ഷോർട്ട് കട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്കിനി ഉള്ളത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. വെക്ടർ റിസോൾവ് ചെയ്യുന്നത് പഠിക്കാനുണ്ട്, യൂണിറ്റ് വെക്ടർ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ, സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.